കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാനിടയുള്ള ഗുണങ്ങളും ദോഷങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി താഴെ പറയുന്ന രീതിയിൽ വിലയിരുത്താം. പ്രതീക്ഷിക്കപ്പെടുന്ന ഗുണങ്ങൾ, നേട്ടങ്ങൾ. ക്ഷേമ പദ്ധതികൾ. പാവപ്പെട്ട കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്കും മുതിർന്ന പൗരന്മാർക്കും ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് യു.ഡി.എഫ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. ആരോഗ്യ പരിരക്ഷ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകുന്നു. ഇത് വലിയ ചികിത്സാ ചിലവുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ സഹായിക്കും. ഗതാഗത സൗജന്യങ്ങൾ. സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്രയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസും വാഗ്ദാനങ്ങളിലുണ്ട്. വികസന പദ്ധതികൾ. സ്തംഭിച്ചുകിടക്കുന്ന മെട്രോ റെയിൽ വികസനം, കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ വേഗത്തിലുള്ള പൂർത്തീകരണം, ഫിഫ നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ തുടങ്ങിയവ കോൺഗ്രസ് മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന വികസന കാഴ്ചപ്പാടുകളാണ്. യുവാക്കൾക്കുള്ള അവസരങ്ങൾ. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് സംസ്ഥാനത്ത് തന്നെ ജോലി ഉറപ്പാക്കുന്നതിനായി കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നും ഐ.ടി. പാർക്കുകൾ വിപുലീകരിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾ, നഷ്ടങ്ങൾ. സാമ്പത്തിക ബാധ്യത. വലിയ തുകകൾ ചിലവഴിക്കേണ്ടിവരുന്ന ക്ഷേമ പദ്ധതികൾ, പെൻഷൻ വർധനവ്, സൗജന്യ യാത്ര തുടങ്ങിയവ കേരളത്തിന്റെ നിലവിലെ കടബാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. കക്ഷിരാഷ്ട്രീയ തർക്കങ്ങൾ. പല ഘടകകക്ഷികൾ ചേർന്ന മുന്നണിയായതിനാൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാനും അത് പദ്ധതികളുടെ വേഗത കുറയ്ക്കാനും സാധ്യതയുണ്ട്. വികസന പദ്ധതികളിലെ മാറ്റങ്ങൾ. മുൻ സർക്കാർ തുടങ്ങിയ പല വൻകിട പദ്ധതികളും, ഉദാഹരണത്തിന് കേരയിൽ പോലുള്ളവ, കോൺഗ്രസ് എതിർക്കുന്നവയാണ്. ഭരണമാറ്റം വരുമ്പോൾ ഇത്തരം പദ്ധതികൾ പാതിവഴിയിൽ നിലയ്ക്കുന്നത് ധനനഷ്ടത്തിന് കാരണമായേക്കാം. ഭരണത്തുടർച്ചയുടെ അഭാവം. ഓരോ 5 വർഷം കൂടുമ്പോഴും നയങ്ങൾ മാറുന്നത് വലിയ വികസന പദ്ധതികളുടെ കൃത്യമായ പൂർത്തീകരണത്തിന് തടസ്സമാകാറുണ്ട്. വിലയിരുത്തൽ. കോൺഗ്രസ് മുന്നോട്ടുവയ്ക്കുന്നത് ജനക്ഷേമവും വികസനവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു മാതൃകയാണ്. സാധാരണക്കാർക്ക് പെൻഷനിലൂടെയും ഇൻഷുറൻസിലൂടെയും ആശ്വാസം ലഭിക്കുമെങ്കിലും ഖജനാവിന്റെ അവസ്ഥ പരിഗണിക്കാതെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെച്ചേക്കാം. ചുരുക്കത്തിൽ, വ്യക്തിഗതമായ നേട്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ അതെങ്ങനെ ബാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരം ക്ഷേമ പദ്ധതികൾക്കിടയിൽ ഇവർക്ക് സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?